ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് തേനൂറും തേനെല്ലിക്കയുമായിട്ടാണ്. വിറ്റാമിൻ്റെ കലവറയാണ് നെല്ലിക്ക. നമ്മൾ ഡെയിലി ഓരോ നെല്ലിക്ക കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അതുപോലെ തന്നെയാണ് കേട്ടോ തേനെല്ലിക്ക. നമുക്ക് ദിവസം ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത്രയും നല്ലതാണ്. ഒരുപാട് ഗുണങ്ങളുള്ളൊരു സാധനമാണ് തേനെല്ലിക്ക. അപ്പോൾ സാധാരണ നമ്മൾ തേനെല്ലിക്ക ഉണ്ടാക്കാൻ 45 ദിവസമൊക്കെ വെയിറ്റ് ചെയ്യണം. പക്ഷെ അത് ഉണ്ടാക്കി അപ്പം തന്നെ നമുക്ക് കഴിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല നെല്ലിക്ക നോക്കി എടുക്കുക കേട്ടോ. ഇളം കളറുള്ള നെല്ലിക്കയാണെങ്കിൽ ചവർപ്പും കയ്പ്പൊക്കെ കുറഞ്ഞ് കിട്ടും. എനിക്കിപ്പോൾ നല്ല ഇളം കളറുള്ള നെല്ലിക്ക അല്ല കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നെല്ലിക്കൊക്കെ ഞാൻ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലവണ്ണം അതിൻ്റെ ഉള്ളിലോട്ട് കുത്തി ഇറക്കിയാൽ മതി. എന്നാലാണ് ഷുഗറൊക്കെ ഇതിലോട്ട് നന്നായിട്ട് പിടിക്കുക. ഇനിയിപ്പോൾ പപ്പടക്കോല് വെച്ചിട്ട് കുത്തുകയാണെങ്കിൽ നമ്മൾ ഒത്തിരി നേരം കുത്തണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഫോർക്ക് വെച്ചിട്ട് കുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പാനിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ഇനി നെല്ലിക്ക ഇതിലേക്ക് ഇട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അധിക സമയമൊന്നും തിളപ്പിക്കേണ്ട, വെറും 2 മിനിറ്റ് മാത്രം മതി. അപ്പോൾ നെല്ലിക്കയുടെ ചവർപ്പും കയ്പ്പുരസമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. സാധാരണയായിട്ട് തേനെല്ലിക്ക ഉണ്ടാക്കാറുള്ളത് തേനും ശർക്കരയും നെല്ലിക്ക ഇട്ട് വെച്ചിട്ട് നമ്മൾ 45 ദിവസം അത് അടച്ചു വെക്കും. അതിന് ശേഷമാണ് തേനെല്ലിക്ക ഉപയോഗിച്ച് തുടങ്ങുക. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ. ഉണ്ടാക്കിയ ആ നിമിഷം മുതൽ തന്നെ നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. അപ്പം നെല്ലിക്ക ഇവിടെ തിളച്ചിട്ടുണ്ട്. 2 മിനിറ്റ് മാത്രം തിളപ്പിച്ചാൽ മതി. ഇപ്പം നെല്ലിക്കയുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നെല്ലിക്കയൊക്കെ ഇവിടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഈ ചവർപ്പും അതുപോലെ കയ്പ്പുരസമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നെല്ലിക്ക എങ്ങനെയൊന്ന് തിളപ്പിച്ചെടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും നെല്ലിക്കയ്ക്ക് ഒരു കയ്പ്പുരസം അതുപോലെ ഒരു ചവർപ്പും ഉണ്ടാവുമല്ലോ. ഇനി ഒരു പാനിലോട്ട് 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് അരിച്ചിട്ട് വേണം നമുക്ക് ഇതിലോട്ട് ചേർക്കാൻ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ 1/2 കിലോ നെല്ലിക്ക എടുക്കുമ്പോൾ 2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. 250 ml കപ്പിന് 2 കപ്പ് പഞ്ചസാര. അപ്പോൾ ആദ്യം തന്നെ ഈ പഞ്ചസാര ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള നെല്ലിക്ക ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ 500 ഗ്രാം നെല്ലിക്കൊക്കെ എടുക്കുമ്പോൾ 2 കപ്പ് പഞ്ചസാരയൊക്കെ ചേർക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ഇതിൻ്റെ കയ്പ്പുരസം ചവർപ്പൊക്കെ മാറി കിട്ടുള്ളൂ. അപ്പോൾ നെല്ലിക്കൊക്കെ ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 1 കപ്പ് പഞ്ചസാര കൂടി ഇതിൻ്റെ മുകളിലേക്ക് വിതറിയിട്ട് കൊടുക്കണം. അപ്പോൾ മൊത്തം 2 കപ്പ് പഞ്ചസാരയാണ് 1/2 കിലോ നെല്ലിക്ക എടുക്കുമ്പോൾ വേണ്ടത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ, അത് അരിച്ചിട്ട് ചേർക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുമ്പോൾ അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സ്പൈസസ് ചേർക്കുന്നുണ്ട്. ഞാനിവിടെ 2 ഗ്രാമ്പു, 3 ഏലക്ക, 5 കുരുമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഇത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റുമാണ്. ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടൊരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ പഞ്ചസാരയും അതുപോലെ ശർക്കരയൊക്കെ നന്നായിട്ട് മിക്സായി മെൽറ്റായി വരണം. 10 മിനിറ്റിന് ശേഷമാണ് ഇപ്പോൾ ഞാനിത് തുറക്കുന്നത്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല പതയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നമ്മളിത് 1 മണിക്കൂർ കുക്ക് ചെയ്യണം കേട്ടോ. ആദ്യത്തെ 10 മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിലിട്ടാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇപ്പം തന്നെ നെല്ലിക്കയൊക്കെ സോഫ്റ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇനി നല്ലൊരു സിറപ്പ് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നമ്മളിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ആദ്യത്തെ 10 മിനിറ്റും കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ 1 മണിക്കൂർ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അടച്ച് വെച്ചിട്ട് ഇനി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിച്ചെടുക്കുക. മൊത്തം 1 മണിക്കൂറാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ശരിക്കും നല്ലൊരു ടെക്സ്ചറിൽ തേനെല്ലിക്ക കിട്ടണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മളിത് വേവിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ഇതിലെ സിറപ്പൊക്കെ നല്ലൊരു ടെക്സ്ചറിൽ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതിപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. കളറൊക്കെ നന്നായി ചേഞ്ചായി വന്നിട്ടുണ്ട്. നല്ലൊരു സിറപ്പ് രൂപത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കണ്ട നെല്ലിക്ക നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. സിറപ്പ് രൂപത്തിലായി കിട്ടണം കേട്ടോ. നമ്മൾ 1 മണിക്കൂറൊക്കെ അത് കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആയി കിട്ടും. പിന്നെ അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് ഒരു നൂൽ പരുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സിറപ്പൊന്നിങ്ങനെ
ഒട്ടിച്ച് നോക്കുമ്പോൾ കണ്ട ഒരു നൂൽ പരുവാവുന്നത് വരെയാണ് നമ്മളത് വേവിച്ചെടുക്കേണ്ടത്. ഏകദേശം 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണെങ്കിലും ആ ഒരു ടെക്സ്ചറിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിപ്പോൾ ഈ ഒരു പരുവത്തിലാണെങ്കിലും തണുത്ത് കഴിയുമ്പോൾ ശരിക്കും ഒരു സിറപ്പ് രൂപത്തിൽ തന്നെ ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിൽ സിറപ്പും കഴിക്കാട്ടോ, നെല്ലിക്ക മാത്രമല്ല നമ്മൾ കഴിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് കണ്ടോ, നല്ലൊരു സിറപ്പ് രൂപത്തിലാണ് ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. നെല്ലിക്കയൊക്കെ നല്ല സോഫ്റ്റാണ്. പിന്നെ നമ്മളിത് തണുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് 1/4 കപ്പ് തേനും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയല്ല കറക്റ്റ് നല്ലൊരു രീതിയിലുള്ള തേനെല്ലിക്ക ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞല്ലോ 45 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തേനെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്